ഭാഗമായ അന്തമാനിലെ സെല്ലുലാർ ജയിലിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമ്മുടെ ലോക ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു കറുത്ത അടയാളപ്പെടുത്തലായി ഇന്നും രേഖപ്പെടുത്തുന്ന, നമ്മുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ മായാതെ മറയാതെ കിടക്കുന്ന അന്തമാൻ, നമ്മുടെ പൂർവികന്മാരൊക്കെ നാട് കടത്തിയ അന്തമാൻ നിക്കോബാറിലെ അന്തമാനിലെ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ബ്ലോക്കുകളായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ 7 ബ്ലോക്കുകളായിരുന്നു. പിന്നീട് ഇവിടെ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടി 4 ബ്ലോക്കുകൾ പൊളിച്ചു മാറ്റി. ഇപ്പോൾ 3 ബ്ലോക്കുകളാണ്. അന്ന് 1921 കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ രൂപവും ഭാവവും തന്നെയാണ് ഇന്നും ഈ ജയിലിന് നിലവിലുള്ളത്. ഇടയ്ക്കിടെ ഇതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റ് മെയിൻ്റനൻസും നടത്തുക എന്നല്ലാതെ ബ്രിട്ടീഷുകാർ അന്ന് നിർമ്മിച്ച അതേ രീതിയിലും രൂപത്തിലും ഭാവത്തിലുമാണ് ഇന്നും ഈ ജയിലിൻ്റെ ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സെല്ലുലാർ ജയിലിൻ്റെ ഓരോ മുറികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മുറികളാണ് ഇതുപോലെയുള്ളത്. താഴെ മേലെയായിട്ട് 3 നിലകളിലായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ നേരെ മുകളിലാണ് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് ഷൂ നക്കി എന്നൊക്കെ പറയുന്ന ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ് മോചനം നേടിയ സവർക്കറുടെ സ്ഥലവും ഇതിന് മുകളിലുണ്ട്. അവരുടെയൊക്കെ പേരിലാണ് ഇപ്പോൾ ഇന്നത് അറിയപ്പെടുന്നത്. നമ്മുടെ ഒരു വിഭാഗം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരടിച്ച് ജീവൻ തന്നെ പണയം വെച്ച് ജീവൻ തന്നെ നൽകി ഒരു വിഭാഗം ആളുകൾ കഴിയുമ്പോൾ അവരോട് മാപ്പ് പറഞ്ഞ് അവരുടെ കൂടെ നിന്ന് രാജ്യത്തെ ഒറ്റുകൊടുത്ത വീര സവർക്കറുടെ പേരിലാണ് ഇന്ന് പോർട്ട് ബ്ലെയറിലെ മിക്ക ഇടങ്ങളും അറിയപ്പെടുന്നതും ഈ സെല്ലുലാർ ജയിൽ വരെ ഇന്ന് കാണപ്പെടുന്നതും അങ്ങനെയാണ്. ഈ ജനങ്ങളെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഇവിടെ നിർത്തി ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ പൂർവികരെ, അവരെ രാജ്യത്തിന് പോരാടി എന്നതിൻ്റെ പേരിൽ നാട് കടത്തി കൊണ്ടുവന്ന് അവർ ജയിലറയിലിട്ട സെല്ലുലാർ ജയിലിൻ്റെ ഒരു അറയാണ് നമ്മൾക്ക് കാണുന്നത്. ഇങ്ങനെയുള്ള അറകളിലാണ് അവരൊക്കെ താമസിപ്പിച്ചിരുന്നത്. ഇതാ ഈ അന്തമാനിലെ സെല്ലുലാർ ജയിലിലെ അതിഭീകരമായ ഒരു രംഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ പൂർവികരൊക്കെ തൂക്കിലേറ്റിയിരുന്ന ഒരു സ്ഥലമാണ് നമുക്ക് മുമ്പിലേക്ക് കാണുന്നത്. ഈ തൂക്ക് കയറിൽ അവരെ ഇവിടെ വെച്ചുകൊണ്ട് കെട്ടിത്തൂക്കി. ഇതിലടിയിൽ കാണുന്ന ഈ പലക, ഈ കമ്പി വലിക്കുന്നതോടുകൂടി ഈ പലക ഇവിടുന്ന് നീങ്ങിപ്പോവുകയും അവർ താഴോട്ട് ആഴത്തിലേക്ക് പോവുകയും അങ്ങനെ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന തൂക്കിലേറ്റുന്ന അതിഭയാനകരമായ ഒരു രംഗമാണ് ഇവിടെ നടന്നിരുന്നത്. അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. 3 പേരെ ഒരേ സമയത്ത് തൂക്കിലേറ്റാവുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇവരെ ഇവിടെ വെച്ച് തൂക്കിലേറ്റി ഈ കമ്പി വലിച്ച് പലക നീക്കി നേരെ ആഴത്തിലേക്ക് പോയി അവർ മരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു രംഗമാണ് ഇവിടെ ഉണ്ടായത്. നമ്മൾ മേലെ നിന്ന് അവരെ തൂക്കിലേറ്റി ആ പലക ഈ നേരെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പലക അവിടെ അവർ നീക്കുന്നതോടുകൂടി നേരെ താഴോട്ട് വന്ന് വീഴുന്ന അല്ലെങ്കിൽ മരിക്കുന്ന ഒരു രംഗം. ഇവിടെയാണ് മരിച്ചു കിടക്കുക. ഇവിടെ നിന്ന് പിന്നീടാണ് ഈ ബോഡി നീക്കം ചെയ്യുന്നത്. നേരെ കെട്ടി പലക നീക്കി കയർ വലിച്ച് അവർ താഴോട്ട് വീഴുന്ന അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു രംഗം ഇവിടെ താഴെ വന്ന് വീണ് അങ്ങനെ ഇവിടെ നിന്ന് പിന്നീട് നീക്കം ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഈ സെല്ലുലാർ ജയിലിൽ 1921 മുതൽ ഒക്കെ വന്ന് ഇവിടെ താമസിച്ച, ഇവിടെ ജയിലിൽ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഓരോ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തുള്ള ആളുകളുടെ പേരാണ് കാണുന്നത്. ഇവിടെ കാണുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ പേര് ഇവിടെ കാണുന്നു. തൊട്ടുപുറത്ത് ബംഗാളിൽ നിന്നുള്ള ആളുകളുടെ പേര് കാണുന്നു. അതുപോലെ തന്നെ ഇവിടെയും ബംഗാൾ, അപ്പുറത്ത് പഞ്ചാബിൽ നിന്നുള്ള ആളുകൾ കാണുന്നു. പക്ഷെ നേരത്തെ ഇവിടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന നമ്മുടെ പൂർവികരുടെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ സർക്കാർ അതെല്ലാം നീക്കം ചെയ്ത ഒരു രംഗമാണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ കേരളക്കാരായ നമ്മുടെ പൂർവികരുടെ പേരുകളൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ബംഗാളുണ്ട്, പഞ്ചാബുണ്ട്, അതുപോലെയുള്ള ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പേര് മാത്രമാണ്. അവർ ഏത് സമയത്തോടെ വന്നു, ഏത് വർഷത്തിലൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിശദ വിവരം ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ആളുകൾ. പക്ഷെ അതിൽ നിന്ന് കേരളക്കാരെ ഇതിൽ നിന്ന് പലരെയും മാറ്റിയ ഒരു രംഗമാണ്. സവർക്കറെ താമസിപ്പിച്ച ഒരു മുറിയാണ് ഇവിടെ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച് സവർക്കറെ താമസിച്ച മുറിയാണ്. കട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മറ്റാർക്കില്ലാത്ത ചില സൗകര്യങ്ങൾ അവിടുത്തെ ചെറിയ കട്ടിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വരുന്ന ആളുകൾക്ക് ഇരിക്കാനും ഇവിടെ വൈകുന്നേരം 6 മണി 7 മണി സമയങ്ങളിൽ ഒരു പ്രത്യേക ഷോ ഉണ്ടാവും.
ഈ ഷോയിൽ ഇവിടെ 1921 ഇവിടെ നാട് കടത്തി വന്ന ആളുകളുടെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജയിലിലെ സംഭവങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോസ് ഇവിടെ 1 മണിക്കൂറോളം കാണിക്കുന്ന പബ്ലിക് ഇരിക്കുന്ന ഒരു ഏരിയ ആണിത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി 7 മണി സമയങ്ങളിൽ 2 ഷോ ഇവിടെ നടത്തുന്നു.